ഹലോ, എല്ലാവർക്കും സുമീസ് ഹെവനിലേക്ക് സ്വാഗതം. മകത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ, അതായത് കണ്ണൂർ ജില്ലയിലൊക്കെ മകം ഞങ്ങൾ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് മകത്തിന് ഉണ്ടാക്കുന്ന കഞ്ഞിയാണ്. മകത്തിന് കഞ്ഞി ഉണ്ടാക്കണം. ഉപ്പിടാത്ത കഞ്ഞിയാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ സൈഡിലായിട്ട് അമ്മ വെള്ളയപ്പം ചുടുന്നുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമാണ്. വെള്ളയപ്പം അങ്ങനെ പതിയെ അവിടെ കിടന്ന് വാവട്ടെ. ആ ഒരു സമയം കൊണ്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അമ്മ. രാവിലെ തന്നെ എഴുന്നേറ്റ് അകവും മിറ്റുമൊക്കെ അടിച്ച് വാരി തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനല്ല കേട്ടോ, അമ്മയാണ്. പിന്നെ കിണ്ടിയും വിളക്കൊക്കെ തേച്ച് കഴുകി വെച്ചിട്ടാണ് പിന്നെ ഈ കഞ്ഞി പരിപാടി, ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ നോക്കിയത്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ ഫസ്റ്റ് പൂ പറിക്കാനൊക്കെ പോയി. ഈ ചെമ്പരത്തി കാര്യങ്ങളൊക്കെ, ചെമ്പരത്തി കുറച്ച് ശീബോധയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കുളിച്ച് വന്നിട്ടാണ് ഈ ഒരു പരിപാടികളൊക്കെ കേട്ടോ. നമ്മളുടെ ഇവിടെ ഇങ്ങനെയാണ്, അതായത് നമ്മുടെ സ്വന്തം കണ്ണൂരിൽ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ കുറച്ച് നേരത്തെ അരി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അരിമാവ് കൊണ്ടാണ് ഈ ഒരു കളം വരയ്ക്കേണ്ടത്. പൂവിടണ്ടേ, അപ്പോൾ പൂവിടേണ്ട കളം വരയ്ക്കേണ്ടത് അരിമാവ് വെച്ചിട്ടാണ്. ഞാനിവിടെ മാവാക്കിയിട്ടില്ല, പകരം പൊടി കൊണ്ട് തന്നെ ഇങ്ങനെ കളം വരയ്ക്കുകയാണ്. കൈ അളവ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വരച്ചതാണ്, സ്കെയിലൊന്നും യൂസ് ആക്കാതെ ഇങ്ങനെ അങ്ങ് വരച്ചതാണ് കേട്ടോ. ഇതാകുമ്പം ക്ലീൻ ആക്കാൻ കുറച്ച് എളുപ്പമാണ്. പിന്നെ ഞാൻ പുറത്തുനിന്ന് പൂവൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് അങ്ങ് പൂവിടുവാണ്. ഞങ്ങൾ തിരുവോണത്തിന് മാത്രമാണ് പൂവ് വാങ്ങിക്കാറ്. അതെന്നിട്ട് ഉത്രാടത്തിന് കുറച്ച് പൂവ് ഇടും, പിന്നെ ബാക്കിയൊക്കെ തിരുവോണത്തിനായിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ വലിയ കളം വരച്ചിട്ട് ഹാളിൽ വലിയ കളം വരച്ചിട്ടാണ് പൂവിടൽ. പക്ഷേ ഈ അരിമാവിനെ കൊണ്ട് വരയ്ക്കൊന്നും വേണ്ട, ഒരു ചോക്ക് അങ്ങനെ വെച്ചിട്ട് വരച്ചിട്ട് ഇടുവാറ്. ഇതിപ്പം മകമായതുകൊണ്ടാണ് ഇങ്ങനെ അരിമാവ് വെച്ചിട്ട് വരയ്ക്കണേ. പിന്നെ കോനായിലും അതുപോലെ തന്നെ മുറ്റത്തും കുറച്ച് പൂവിടുവേ. പിന്നെ ഹാളിലാണ് വലുതായിട്ട് കളം വരയ്ക്കുക. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ കളം വരച്ചിട്ടൊന്നും ഇട്ടിട്ടില്ല, ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഒരു ഇതിൽ വന്നതാണ്, ആ ഒരു ലുക്ക് വന്നതാണ്. പിന്നെ ഞങ്ങൾ ഇതിപ്പം ഞാൻ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കുറച്ച് ചെമ്പരത്തി, കുറച്ചധികം ഒരു 4 ടൈപ്പ് ചെമ്പരത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ്. പിന്നെ 3 തരം കളർ ചെടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇന്നലെ പറിച്ചിട്ട് അമ്മ ഇങ്ങനെ അതിന് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടുക എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ വയ്ക്കുന്നത് ശീബോധിയാണ്. ശീബോധി ലൈറ്റ് ഗ്രീൻ കളറല്ലേ. പിന്നെ 4 തരം അങ്ങനെ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ചുവപ്പ് തന്നെയാണ്. 3 തരം ചെമ്പരത്തിയും ചുവപ്പ് കളർ തന്നെയാണ്. അത് പല തരത്തെ, ഒരു ജട ചെമ്പരത്തി അങ്ങനെ എന്തുവാന്ന് തോന്നുന്നു പറയില്ല. പിന്നെ സാധാരണ ചെമ്പരത്തി അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതേ ചിന്നു ദേവയും വന്നിട്ടുണ്ട്. അവൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവളെ കാത്തു നിന്നില്ല പൂവിടാൻ. പിന്നെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കാത്തു നിന്നില്ല. ഞാൻ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പകുതി ആകുമ്പോഴത്തേക്ക് അവരെത്തിയത്. അപ്പോൾ അവൾ വന്നിട്ട് പിന്നെ അവളുടെ വരുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമ്മളിങ്ങനെയാണ്, ഇപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ തിരിച്ചെത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കിച്ചണിലോട്ട് വന്നേക്കുവാണ്. നമ്മുടെ കഞ്ഞിയൊക്കെ അടുപ്പം തടമിലെടുത്ത് വെക്കണ്ടേ, ഉപ്പിടാത്ത കഞ്ഞി ഉണ്ടാക്കുന്നുണ്ടായിട്ടില്ലേ നേരത്തെ. അപ്പോൾ ഇതേപോലെ ഒന്ന് വരയ്ക്കണേ മാവിനെ കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മാവാക്കാതെ പൊടിനെ കൊണ്ടാണ് വരയ്ക്കണേ. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ കഞ്ഞി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതെന്നിട്ട് അടുപ്പം തണീൻ്റെ മുകളിൽ വെച്ചിട്ട് അടച്ച് വെക്കണം, അങ്ങനെയാണ്. ഇത് മകമായതുകൊണ്ട് സ്പെഷ്യലാണ്. എന്നിട്ട് പിന്നെ നമ്മൾ വേഗം വേറെ പരിപാടികളൊക്കെ നോക്കുകയാണ്. പിന്നെ ഞാൻ ഇപ്പം പൂക്കളം ഇട്ട് കഴിയുന്നതിന് മുന്നേ തന്നെ അതൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. അത് രണ്ടും ഏകദേശം സെയിം. അത് പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടല്ല കഞ്ഞിയെടുത്ത് വെക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ഇതേപോലെ അരിമാവിൻ്റെ അകത്തേക്ക് കാല് മുക്കിയിട്ട് ദേവമോള് നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ ദുബായിലുണ്ടായ സമയത്ത് ഇവിടുന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ വീഡിയോ. എന്നിട്ട് അത് ഞാനൊരു വീഡിയോൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിങ്ങിലായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഞാൻ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ആ ഒരു സർപ്രൈസ് ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് തന്നെ ഞാൻ പ്രഥമൻ ഉണ്ടാക്കണ റെസിപ്പി അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതുപോലെ എന്നിട്ട് അരിമാവിലിങ്ങനെ കാല് മുക്കിയിട്ട് നടന്ന് കാലിൻ്റെ അടയാളം ഇങ്ങനെ അരിമാവിൽ മുക്കിയിട്ട് കാലിൻ്റെ അടയാളം ഇങ്ങനെ താഴെ നിലത്ത് പതിയണം എന്നാണ്. എന്നിട്ട് പിന്നെ പൂവിൻ്റെ അടുത്ത് വന്ന് നിൽക്കണം എന്നാണ്. ഞാനത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. അപ്പം തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനെ എന്നോട് പായസം ഇങ്ങനെ ഇളക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലിങ്ങനെ പൊങ്ങി മറിയല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം അമ്മ ഇങ്ങനെ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മുറിക്കായിരുന്നേ. അയില കറിയും തേങ്ങ അരച്ച കറിയും അതുപോലെ തന്നെ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ചിന്നിങ്ങനെ സുഖസുന്ദരമായിട്ട് അവളിങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവളുടെ വായിൽ കുറച്ച് ഉപ്പിടാമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ. അവൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഉപ്പിട്ടപ്പോൾ തന്നെ വേഗം തന്നെ എഴുന്നേറ്റ്. അതിനുശേഷം ഒട്ടും സമയം കളഞ്ഞിട്ടില്ല, വേഗം കിച്ചണിലേക്ക് വന്നിട്ട് മീൻ ഫ്രൈ ഉണ്ടാക്കുവാണേ. മീൻ മുറിച്ചപ്പോൾ തന്നെ ഉപ്പുമുളകും മഞ്ഞളൊക്കെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറിൻ്റെതും അതുപോലെ തന്നെ ഫ്രൈ ഉണ്ടാക്കേണ്ടതുവേ കുറച്ച് ഫ്രൈ ഉണ്ടാക്കാൻ മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കി കറിക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അമ്മ ഇങ്ങനെ തേങ്ങാപ്പാൽ റെഡിയാക്കുവാണ് കേട്ടോ. തേങ്ങ നേരത്തെ ഞാൻ ചിരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് പാലൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാവേ. അതിനിടയ്ക്ക് കുക്കറിൽ ചെറുപയർ പരിപ്പൊക്കെ വേവിച്ചിട്ടുണ്ട്, വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ട്, പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ എല്ലാം അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. പായസമൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അടിപൊളിയാട്ടോ പായസം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രഥമൻ. നിങ്ങൾക്കൊക്കെ ഏതാ പായസം ഇഷ്ടം? എനിക്ക് ഭയങ്കര പ്രഥമനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ നമ്മൾ 3 തരം പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അരിപ്പായസത്തിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ അടുപ്പത്ത് പായസം പായസം ഇങ്ങനെ റെഡി ആവുകയാണ്. അമ്മ അപ്പുറത്തേക്ക് മീൻ കറി ആക്കുവാണ്. മീൻ കറി അടുപ്പത്തെത്തിയിരിക്കുകയാണ്. അടുപ്പത്താണ് കേട്ടോ മീൻ കറി ആക്കുക. അപ്പോൾ ചോറൊക്കെ ഇങ്ങനെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. അമ്മയും ചിന്നും ചോറ് കഴിക്കുവാണ്. പപ്പടം, അച്ചാറ്, അയില ഫ്രൈ, അയില തേങ്ങ അരച്ച് കറി വെച്ചത്, ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ റീലെടുക്കാൻ കുറച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഇട്ട പൂവ് ഉച്ചയ്ക്ക് വാരണം എന്നാണ്. അപ്പോൾ ദേവമോൾ അടങ്ങിയിരുന്ന് നല്ല കുട്ടിയായിട്ട് പൂവ് വാരുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് മാത്രമേ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ പൂവൊക്കെ ഇങ്ങനത്തെ ഒരവസ്ഥയാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി ഇങ്ങനെ ചിന്നു ക്ലീൻ ആക്കുവാണ്. ഇതിപ്പം ഉച്ചയ്ക്ക് തന്നെ ഇട്ട പൂവൊക്കെ വാരി ചാടണം എന്നാണ്. മുറ്റത്തുള്ള പൂവും അതുപോലെ തന്നെ ഹാളിലിട്ട പൂവൊക്കെ വാരി കളയുവാണ്. പിന്നെ നഖമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി പിന്നെ വിളക്കി വെക്കേണ്ട പരിപാടിയൊക്കെ നോക്കുവാണ്. ചിന്നുവൊക്കെ ഇപ്പം ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്ക് അവൾ പോയിട്ടുണ്ടായിരുന്നു. ദേവമോൾ എപ്പോഴത്തെയും പോലെ തന്നെ അവൾക്ക് ഈ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിളക്കി വെക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവൾ ഓടി ചെന്നിട്ട് വിളക്കി വെക്കാൻ, ഞാൻ അന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവൾക്കാണ് വിളക്ക് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും പിശുക്ക് കാണിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ. ദേവമോൾ പോവാണേ. അതിനുള്ള ലാസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. വണ്ടി വന്നിട്ടുണ്ട് അവൾക്ക് പോവാനായിട്ട്.